ശ്രീരാമായ നമോ നമ. സർഗം 91. ഇന്ദ്രജിത് വധ കഥനം. ഇന്ദ്രജിത്തിന്റെ വധം ശ്രീരാമനെ ചെന്ന് അറിയിക്കുന്നതാണ് വിഷയം. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസനോ വന്ദേ വിശുദ്ധ വിജ്ഞാനോ കവീശ്വരോ. ഇങ്ങനെ ഇന്ദ്രജിത്ത് വധിച്ച ശേഷം ലക്ഷ്മണൻ രുധിരക്ലിന്ന ഗാത്രസ്തു ലക്ഷ്മണ ശുഭലക്ഷണ. ലക്ഷ്മണൻ എന്ന് വെച്ച പേര് തന്നെ എല്ലാ ലക്ഷണങ്ങളോടുകൂടിയും ജനിച്ചവൻ, ശാരീരികമായ ലക്ഷണങ്ങൾ ശുഭലക്ഷണങ്ങളോടുകൂടിയവനാണ്. ആ ലക്ഷ്മണൻ രുധിരക്ലിന്ന ഗാത്രസ്തു, ചോരയിൽ മുങ്ങി കുളിച്ചിട്ടാണ് ശ്രീരാമന്റെ അടുത്തേക്ക് എത്തുന്നത്. ബഭുവ ഹൃഷ്ടസ്തം ഹത്വ, ആ ശത്രുവിനെ കൊന്ന കാരണം ശത്രുജേതാരം ആഹവേ, ആഹവത്തിൽ യുദ്ധത്തിൽ അങ്ങനെ കുളിച്ച കാരണം, രക്തത്തിൽ കുളിച്ച് ശത്രുവിനെ ജയിച്ച ലക്ഷ്മണൻ സന്തോഷവാനായിട്ട് തിരിച്ചു പുറപ്പെടുകയാണ്. തതസ്സജാംബവന്തം ഹനുമന്തം ച വീര്യവാൻ സന്യപത്യ മഹാതേജാഹ താം സർവാൻ മനോഗസ. എല്ലാ കവിവീരന്മാരെയും പ്രത്യേകിച്ച് ജാംബവാനി ഹനുമാനെയൊക്കെ നന്ദി പറഞ്ഞവരോടൊക്കെ നമുക്ക് പിന്തിരിയ, ഈ വന്ന ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയാന്ന് പറഞ്ഞ അവരൊക്കെ പുറപ്പെടുവിച്ചു. ആ ജഗാമ തഥ ശീഘ്രം എത്ര സുഗ്രീവനാഘവും, സുഗ്രീവനും ശ്രീരാമസ്വാമിയുള്ള അടുത്തേക്ക് വേഗം തിരിച്ചു പോന്നു. വിഭീഷണമവഷ്ടഭ്യ ഹനുമന്തം ലക്ഷ്മണ. അങ്ങേപ്പുറം വിഭീഷണനും ഹനുമാനുമാണ്. അവര് സഹായം കൊണ്ട് അദ്ദേഹത്തിന് പ്രാണൻ പോലും നശിക്കുന്നുള്ള അവസ്ഥ, അത്ര കഠിനമായ യുദ്ധം ചെയ്ത് ശ്വാസം വലിച്ചുകൊണ്ടാണ് തിരിച്ച് ലക്ഷ്മണൻ ചെല്ലുന്നത്. തതോ രാമം അഭിക്രമ്യ സൗമിത്രി അഭിവാദ്യജാം തസ്തോ ഭ്രാതൃസമീപസ്ഥ ചക്രസ്യ ഇന്ദ്രാനുജോയധാം. രാമനെ നേർക്കുനേരെ കണ്ട് അഭിവാദ്യം ചെയ്ത് അടുത്തു വന്നിരുന്നു. എങ്ങനെ ത്രിലോകം മുഴുവൻ കീഴടക്കി ബലിയിൽ നിന്ന് വാങ്ങി തൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ഇന്ദ്രന് എങ്ങനെയാണോ വാമനൻ ആ കൊടുത്ത മാതിരി ഏട്ടൻ്റെ അടുത്ത് വന്നിരുന്ന് തിരിച്ച് 3 ലോകങ്ങളും തിരിച്ചു കൊടുക്കുകയാണ് വാമനൻ. ആ മാതിരി അനുജൻ ജ്യേഷ്ഠനെ വലിയൊരു കാര്യം ചെയ്ത് ഏട്ടൻ്റെ അടുത്തേക്ക് ചെല്ലണം. നിഷ്ഠനന്യപജാഗത്യ രാഘവായ മഹാത്മനെ ആചക്ഷേതദാവീരോ ഘോരം ഇന്ദ്രജിതോ വധം. ഇന്ദ്രജിത്തിന്റെ വധം അങ്ങനെ ചെവിയിൽ മന്ത്രിക്കുകയാണോ എന്ന് തോന്നും, അങ്ങനെ പറയണം. രാവണേസ്തു ശിരച്ഛിന്നം ലക്ഷ്മണേന മഹാത്മന നിവേദേത രാമായ തഥാ ഹൃഷ്ടോ വിഭീഷണ. ഹൃഷ്ടനായ വിഭീഷണൻ പറഞ്ഞു, ഇന്ദ്രജിത്തിന്റെ തല ഉരുണ്ടു ലക്ഷ്മണനാൽ എന്ന് പറഞ്ഞു. ശ്രുതേവതു മഹാവീര്യോ ലക്ഷ്മണേന ഇന്ദ്രജിത് വധം. ലക്ഷ്മണൻ ചെയ്ത ഇന്ദ്രജിത് വധം കേട്ട് പ്രഹർഷമുതുലം ലേഭേ വാക്യം ചേതുവാച. രാമൻ അത് കേട്ട് വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു, സാധു ലക്ഷ്മണ ദുഷ്ടോസ്മി കർമ്മ ചാസുകരം കൃതം. അല്ലേ ലക്ഷ്മണ, നീ ചെയ്തത് വളരെ നന്നായി. സുകരമല്ലാത്ത, ചെയ്യാൻ എളുപ്പമല്ലാത്തൊരു കാര്യമാണ് നീ ചെയ്തത്. രാവണേർഹിവിനാശേന ജിതം ഇത്യുപധാരയാം. രാവണി നശിച്ച കാരണം, ഇന്ദ്രജിത്ത് മരിച്ച കാരണം നമ്മൾ ജയിച്ചു എന്ന് വിചാരിക്കാം. സതം ശിരസ്യുപാഘ്രായ ലക്ഷ്മണം കീർത്തിവർദ്ധനം ലജ്ജമാനം ബലാൽ സ്നേഹം അംഗമാരോപ്യ വീര്യവൻ ഉപവേക്ഷ തമുത്സംഗേ പരിഷജ്യ അവപീഡിതം ഭ്രാതരം ലക്ഷ്മണം സ്നിഗ്ധം പുനഃ ഉദൈക്ഷതാം. അങ്ങനെ ലക്ഷ്മണനെ അടുത്തിരുത്തി കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ചുംബിച്ച് തൻ്റെ അടുത്തിരുത്തി മടിയിലെ ഇരുത്തി അങ്ങനെ കെട്ടിപ്പിടിച്ചതോടുകൂടി കുറച്ച് നാണിച്ചു ലക്ഷ്മണൻ തല താത്തി. എന്നിട്ട് വീണ്ടും ലക്ഷ്മണന്റെ മുഖത്തേക്ക് അങ്ങനെ രാമൻ 2-3 തവണ നോക്കി. ശല്യസംപീഡിതം ശസ്തം നിശ്വസന്തം ലക്ഷ്മണം. ശരീരം മുഴുവൻ കീറി മുറിഞ്ഞിട്ട് ആയുധങ്ങളെ കൊണ്ട്. രാമസ്തു ദുഃഖസന്തപ്തം തം തു നിശ്വാസപീഡിതം. ശ്വാസം വലിക്കേണ്ട, അങ്ങനെ ഉള്ളിലൊക്കെ മർമ്മങ്ങളിലൊക്കെ അഭിഘാതം പറ്റി ശ്വാസം പോലും നീട്ടി വലിക്കണം. മൂർധന ചേനോപാഘ്രായ, ഒന്നും കൂടി നെറ്റിയിൽ ഉമ്മ വെച്ച് ഭൂയ സംസ്പൃശ്യ ചത്തുരൻ, മേലെല്ലാം തലോടി. വാചലക്ഷ്മണം വാക്യം ആശ്വാസ പുരുഷർഷഭനായ ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞു ലക്ഷ്മണനോട്, കൃതം പരമകല്യാണം കർമ്മ ദുഷ്കരകർമ്മണ. ദുഷ്കരമായ കർമ്മം ചെയ്തു നീ, അത് കാരണം ഏറ്റവും ശ്രേഷ്ഠമായതാണ് നീ ചെയ്തത്. അദ്യമന്യേഹതേ പുത്രേ രാവണം നിഹതം യുധി. ഇന്ന് രാവണനും വധിക്കപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അദ്യഹം വിജയി ശത്രുഹതേ തസ്മിൻ ദുരാത്മനി. ആ ദുരാത്മാവായ ഏറ്റവും വിഷമമുള്ള ശത്രു നശിച്ച കാരണം, ഇന്ദ്രജിത്ത് നശിച്ച കാരണം രാവണസ്യ നിർശംസസ്യ ദിഷ്ട്യാ വീരതയാരണേ. രാവണന്റെ വലത്തെ കൈ മുറിഞ്ഞു എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്.
വിഭീഷണ ഹനുമദ്ഭ്യം കൃതം കർമ്മ മഹദ്രണേ. ഈ യുദ്ധത്തിൽ വിഭീഷണനും ഹനുമാനും ചെയ്ത സഹായമുണ്ടല്ലോ, അത് വളരെ ശ്രേഷ്ഠമാണ്. അഹോരാത്രേർത്തഭവീര കഥഞ്ചൽ വിനിബാധത. മൂന്ന് രാത്രി അഹോരാത്രികൾ രാപ്പകൽ കഠിനമായി യുദ്ധം ചെയ്തിട്ടാണെങ്കിലും ആ വീരൻ വീണുവല്ലോ. നിരമെത്ര കൃതോസ്മ്യദ്യ. ഞാൻ ഇന്ന് ശത്രുക്കളൊന്നും ഇല്ലാത്തവനായി തോന്നുന്നു. ഇനി രാവണൻ മാത്രമേ ഉള്ളൂ. നിർയാസ്ഥിതി രാവണ. ഇപ്പോൾ രാവണൻ പുറത്തു ചാടും. ബലവ്യൂഹന മഹത നിർയാസ്ഥിതി രാവണ ബലവ്യൂഹന മഹത ശ്രുത്വാ പുത്രം നിപാതിതം. മകൻ മരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ വൻപടയുമായിട്ട് രാവണൻ പുറത്തു ചാടും. തം പുത്രവധസന്തപ്തം നിര്യാന്തം രാക്ഷസാധിപം. ആ രാക്ഷസാധിപനെ ഞാൻ ബലയൻ ആവർത്തിമഹത. ഞാനും വലിയ കപിബലം ആശ്രയിച്ച് ചുറ്റി വളഞ്ഞു നിന്നുകൊണ്ട് നിഹനിഷ്യാമി ദുർജയം. ദുർജയനാണെങ്കിലും ഞാൻ നിഹനിഷ്യാമി കൊല്ലുക തന്നെ ചെയ്യും. ത്വയാ ലക്ഷ്മണ നാഥേന സീതാച പൃഥിവീചമയം. അല്ലേ, നീ കാരണം ലക്ഷ്മണ എനിക്കിനി വിഷമില്ല സീതയെ പ്രാപിക്കാനോ അല്ലെങ്കിൽ സീതയെ വീണ്ടെടുക്കാനോ എൻ്റെ ഭൂമി വീണ്ടെടുക്കാനോ 14 വർഷം കഴിഞ്ഞാൽ വീണ്ടും അയോധ്യയിലെത്താനോ. നദുഷ്പ്രാപാഹതേ തസ്മിൻ ശക്രജേതരിജാഹവേ. ആഹവത്തിൽ യുദ്ധത്തിൽ ശക്രജേതാവായിരിക്കുന്ന ഇന്ദ്രജിത്ത് വധിച്ച കാരണം ഇനിയെല്ലാം എളുപ്പമായി തീർന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. സതം ഭ്രാതരമാശ്വാസ്യ പരീക്ഷിച്ച രാഘവ. ആശ്വസിപ്പിച്ച് വീണ്ടും കെട്ടിപ്പിടിച്ച് സുഷേനോട് പറയണം ശ്രീരാമൻ. വിശല്യോയം മഹാപ്രാജ്ഞ. ഈ സൗമിത്രി വേഗം തന്നെ വിശല്യനായി തീർന്നിട്ട് ശല്യങ്ങളെല്ലാം അകറ്റാനുള്ള ഔഷധങ്ങൾ കൊടുക്കൂ. യഥാ ഭവതി സുസ്വസ്ഥ തഥാത്വം സമുപാചര. സുസ്വസ്ഥൻ ആവാൻ എപ്രകാരം വേണം അമാതിരി ഉപചാരം ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ വിശല്യക്രിയതാം ക്ഷിപ്രം സൗമിത്രേ സവിഭീഷണ. സൗമിത്ര വിഭീഷൺ ബാക്കി കരടികളെ വാനരന്മാർ ഇവരൊക്കെ വിശന്യന്മാരായി തീർത്ത് ശല്യമില്ലാത്ത അവരുടെ ശല്യങ്ങളെ മുഴുവൻ കളയാൻ. ശല്യച്ച ഉള്ളിലുള്ള ഫോറിൻ ബോഡി എന്നാണ് ശരിക്കുള്ള അർത്ഥം. അതെല്ലാം ഉള്ളിൽ കളയാനുള്ള ഔഷധങ്ങൾ കൊടുക്കൂ എന്നവർ എന്ന് കേട്ടപ്പോൾ ഉടനെ തന്നെ ലക്ഷ്മണായ ദതോ നസ്തസുഷേണ പരമൌഷധം. മൂക്കിലൊരു മരുന്നാണ് കൊടുത്തത് എന്നാണ് പറഞ്ഞത് സുഷേണൻ. അത് സതസ്യ ഗന്ധമാഗ്രായ വിശല്യ സമുദ്രത. ആ ഗന്ധം അടിച്ചതോടുകൂടി തന്നെ ശല്യങ്ങൾ മുഴുവൻ നശിച്ചുപോയി ലക്ഷ്മണന്റെ. തഥാ നിർവേദനശ്ചൈവ സംരൂഢപൂർണയപച. വേദനയില്ലാണ്ടായി, മുറികളെല്ലാം ഉണങ്ങി. ഇന്നും അലോപ്പതി ശാസ്ത്രത്തിൽ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്നുണ്ട്, അത് മൂക്കിൽ കൂടെ ആയിട്ട് വറ്റിക്കണത്. മൂക്കിൽ കൂടെ ഇൻഹേൽ ചെയ്യാം. അതെന്തായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. വിഭീഷണം മുഖാനാം ച സദൃശം രാഘവാജ്ഞയ സർവവാനരമുഖ്യാനാം ചികിത്സാമകുരോൽത്തത. ഇപ്രകാരം ചികിത്സ സുഷേണൻ വിഭീഷണൻ മുതലായിട്ടുള്ള എല്ലാവർക്കും ചെയ്തു. തതസ്ഥ പ്രകൃതിമാപന്നു ഹതശല്യു ഗതക്ലമ. അങ്ങനെ ശല്യം മുഴുവൻ ശരീരത്തിലെ പുറമേ നിന്നുള്ള വസ്തുക്കളെല്ലാം പോയി. ഗതക്ലമ ക്ഷീണം മാറി. സൗമിത്രൻ മുമുദേ തത്രക്ഷണേന വിഗതജ്വല. വിഷമങ്ങളെല്ലാം മാറി, ബുദ്ധിമുട്ടുകൾ മാറി, ആധി മാറി. സൗമിത്രൻ മുമുദേ ലക്ഷ്മണൻ സന്തോഷിച്ചു. തദേവ രാമ പ്ലവകാധിപസ്തഥാം വിഭീഷണ ചക്ഷപതിഷ്ഠ വീര്യവൻ. രാമൻ പ്ലവകാധിപനായിരിക്കുന്ന സുഗ്രീവൻ, വിഭീഷണൻ വൃക്ഷപതിയായിട്ടുള്ള ജാമ്പവാൻ, അപേക്ഷ സൗമിത്രം അരോഗമുത്ഥിതം. അങ്ങനെ രോഗമൊന്നുമില്ലാതെ എണീറ്റ് വന്ന ആ ലക്ഷ്മണനെ കണ്ട് മുദാ സസൈന്യ സുചിരം ജഹർഷരെ. സൈന്യത്തോടുകൂടി എല്ലാവരും സുചിരം വളരെ നന്നായിട്ട് വളരെ കാലത്തേക്ക് നടത്തുന്നത് ജഹർഷരെ സന്തോഷിച്ചു. അപൂജയൽ കർമ്മസ ലക്ഷ്മണസ്യ സുദുഷ്കരം ദാശരഥിർ മഹാത്മാവായ ദാശരഥി ശ്രീരാമചന്ദ്രൻ ഈ ദുഷ്കരമായ ലക്ഷ്മണന്റെ കർമ്മത്തിനെ അപൂജയൽ പൂജിച്ചു, പ്രശംസിച്ചു. ബഭുവ ഹൃഷ്ടോ യുധി വാനരേന്ദ്രോ. സുഗ്രീവനും സന്തോഷിച്ചു. നിശമ്യതം ശക്രജിതം നിപാതിതം. വലിയ ബുദ്ധിമുട്ടുകൾ മാറിയല്ലോ എന്ന് ആ വാനരേന്ദ്രനായ സുഗ്രീവനും സന്തോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്കന്ധം ഇവിടെ കഴിയുന്നത്. ഇത്യാശ്രയ ശ്രീമദ് രാമായണേ വാൽമീകി ആദികവി യുദ്ധകാണ്ഡേ ഏകനവതിതമ സർഗഃ. ത്വാദിത്യേ ദശാസ്യം ത്രിഭുവന വിഷമം വാമഹസ്തേന തിഷ്ഠൻ ഭൂമാവഷ്ടഭ്യതിഷ്ഠൻ ഇതരകരധൃതം ഭ്രാമേൻ ബാണമേകം ആരക്രോവാന്തനേത്ര ശരദള വപു കോടിസൂര്യ പ്രകാശ വീരശ്രീബന്ധുരാംഗത്ര ദശപതിനുത പാതുമാം വീരരാമ. ശ്രീ വീരരാമൻ നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ.